ഹലോ ഡിയേഴ്സ്, ഈ വർഷം അതായത് 2024 മാറിയ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിസ്കഷനുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി ഹാഫ് ഇയർലിയും ക്വാർട്ടർലിയും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അതേ മോഡൽ തന്നെയായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കുക അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം അല്ലേ. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് അറിയാം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ സമയത്ത് നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി കമ്പൽസറി ആയിട്ട് എല്ലാവരും ചെയ്യണം. അത് റീഡിങ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. പിന്നെ തന്നിട്ടുള്ള 6 എണ്ണത്തിൽ 5 എണ്ണം ചെയ്താൽ മതി, 4 എണ്ണം ചെയ്താൽ മതി. അപ്പം ടോട്ടൽ നിങ്ങൾ 5 ആക്ടിവിറ്റീസാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. നമ്മൾക്ക് ഈ കഥ ഇവിടെ താഴെ തന്നിട്ടുള്ള ഈ കഥ വായിച്ചിട്ട്, സ്റ്റോറി വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നമുക്ക് ആ കഥ ഒന്ന് വായിച്ചു നോക്കാം. രാജു വാസ് പ്ലേയിങ് ഔട്ട്സൈഡ് when he saw a little bird fall from its nest. The bird's wing was hurt. Raju gently picked up the bird and took it home. He gave it food and water and even made a small nest for it. After a few days, the bird's wing healed. Raju took the bird outside and it flew away. The bird's mother came back to thank Raju. You took care of my baby when it needed help. Thank you, Raju, she chirped. Raju smiled and felt happy that he could help the little bird. അത് നല്ലൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായവരെല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം, കൂടുതൽ പറയുന്നില്ല. കാരണം ഈ സ്റ്റോറി ഒന്നും അങ്ങനെ മലയാളത്തിൽ പറഞ്ഞു തരരുത്. നിങ്ങൾക്ക് ഇതിന് ഈ ഒറ്റ റിംഗ് 3-4 പ്രാവശ്യം നിങ്ങൾ വായിച്ച് ഈ സ്റ്റോറി മനസ്സിലാക്കിയിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. അതിനൊക്കെയുള്ള സമയം 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് കിട്ടുന്നതാണ്. രാജു വാസ് പ്ലേയിങ് ഔട്ട്സൈഡ് വെൻ ഹി സോ എ ലിറ്റിൽ ബേർഡ് ഫ്രം ഇറ്റ്സ് നെസ്റ്റ്. ഓക്കെ, രാജു പുറത്തുനിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ആ സമയത്ത് ഒരു പക്ഷിക്കുഞ്ഞ് അതിൻ്റെ കൂട്ടിൽ നിന്നും പക്ഷിക്കുഞ്ഞ് താഴെ വീഴുന്നത് രാജു കാണുക. രാജു ഓടിച്ചെന്ന് ആ മുറിവേറ്റ ആ പക്ഷിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടോ അതിനാവശ്യമായ വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കും. കൂടാതെ അതിന് പറ്റുന്ന ചെറിയൊരു കൂടും ഉണ്ടാക്കി കൊടുത്തു അല്ലേ, നെസ്റ്റും ഉണ്ടാക്കി കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞപ്പോഴെന്തായി, പക്ഷിയുടെ പരിക്കൊക്കെ മാറി നമ്മുടെ രാജു എന്ത് ചെയ്തു, അതിനെ ആകാശത്തേക്ക് പറത്തി വിട്ടു അല്ലേ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജുവിൻ്റെ അല്ല ഈ പക്ഷിയുടെ അമ്മ പക്ഷി വന്ന് രാജുവിനോട് വന്ന് താങ്ക്സ് പറയുന്നതാണ്. നീ ആവശ്യമുള്ള സമയത്ത് എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ള സമയത്ത് നീ എന്നെ സഹായിച്ചു, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ചിലച്ചുകൊണ്ട് പക്ഷി പോകുന്നതാണ് കഥ. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു കുഞ്ഞു സ്റ്റോറിയാണ്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടും. 5 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ടൊരു 3-4 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് സ്റ്റോറി അല്ലെങ്കിൽ പോമാണെങ്കിൽ അത് നിങ്ങൾ വായിക്കണം. അതിന് ശേഷം ക്വസ്റ്റ്യനും വായിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ആൻസർ ഓരോന്നിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് രാജു സീ വൈൽ ഹി വാസ് പ്ലേയിങ്. രാജു കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് കണ്ടത്? നിങ്ങൾക്കറിയാം സാധാരണഗതിയിൽ ഇവിടെ ഓപ്ഷൻസ് തരും. ഞാനിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. കാരണം അല്ലെങ്കിൽ വീഡിയോ കൂടുതൽ ലെങ്തി ആവും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് കണ്ടത്. യെസ്, രാജു കണ്ടത് ഒരു ബേർഡ് താഴോട്ട് വീഴുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം എ ബേർഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ താങ്ക്ഡ് രാജു. രാജുവിനോട് ആരാണ് നന്ദി പറഞ്ഞത്? ആരാന്ന് നമുക്കറിയാം. ആരാണ്? ആൻസർ ഈസ് യെസ്, ബേർഡ്സ് മദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് സ്യൂട്ട്സ് ദ മീനിങ് സ്വീറ്റ് സൗണ്ട് മെയ്ഡ് ബൈ ബേർഡ്സ്. പക്ഷികൾ ഉണ്ടാക്കുന്ന ആ സ്വീറ്റ് സൗണ്ടിന് പറയുന്ന പേരെന്താണ്? നിങ്ങൾക്കറിയാം ചേർപ്പിംഗ് അല്ലെങ്കിൽ ചേർപ്പ് അല്ലേ. ഈ സ്റ്റോറിയിലുള്ള ന്യൂ വേർഡ് തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക. കാരണം ഈ ചേർപ്പ് എന്നുള്ള വേർഡ് ഈ സ്റ്റോറിയിലുണ്ട്. ചേർപ്പിടുന്ന് കണ്ടില്ലേ, അത് തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാൻ നമുക്കത് എന്ത് വേണേൽ കൊടുക്കാം. രാജു ആൻഡ് ദ ലിറ്റിൽ ബേർഡ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ രാജുസ് കൈൻഡ്നസ്, രാജുവിൻ്റെ ദയ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കുക അല്ലേ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് രാജുസ് ഫീലിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഈ കഥ അവസാനിക്കുമ്പോഴേക്ക് നമ്മുടെ രാജുവിൻ്റെ ഫീലിംഗ് എന്താണ്, മൂഡ് എന്താണ്? യെസ്, നമുക്കറിയാം ഹാപ്പി അല്ലേ. ആൻസർ ഈസ് ഹാപ്പി. Okay, then we can move to next question. Activity 2, conversation. Say, in the story, Seed and Soil, Echuamma enjoyed the beauty of the green paddy field. Paru's father came to the field looking for them. So
there will be a conversation takes place between them. Let's write. സീഡ് ആൻഡ് സോയിൽ എന്നുള്ള പാഠത്തിൽ നമ്മൾ എച്ചുമ്മയും പാറും ഒക്കെ അല്ലേ. അപ്പോൾ എച്ചുമ്മയും പാറും ഒരു ദിവസം വയൽ കാണാൻ വേണ്ടി ഒരു ദിവസം പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രായമുള്ള എച്ചുമ്മ വയലിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടുത്തെ ആ ഒരു പച്ചപ്പ് കണ്ട് ഭയങ്കര സന്തോഷത്തിൽ അവിടെ എൻജോയ് ചെയ്ത് നിൽക്കുക അല്ലേ. അങ്ങനെ അവർ സമയം പോയത് അറിയുന്നില്ല. കുറേ കഴിഞ്ഞ് നമ്മുടെ പാറു തിരിഞ്ഞു നോക്കിയ സമയത്ത് കാണുന്നത് എന്താ, അവളുടെ ഫാദർ ഇങ്ങനെ വരുന്നത്, അമ്മേനെ തൊടുന്നത്. അമ്മ മീൻസ് എച്ചുമ്മ എന്ന് പറഞ്ഞാൽ പാറുവിൻ്റെ അച്ഛൻ്റെ അമ്മ അല്ലേ. ഓക്കെ, അപ്പം പാറുവിൻ്റെ അച്ഛൻ ഇവരെ കാണാതെ തിരഞ്ഞു വന്നതാണ്. അപ്പോൾ അവിടെ ഒരു സംഭാഷണം നടന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ എച്ചുമ്മയും ഫാദർ മകനും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ എഴുതേണ്ടത്. അത് നിങ്ങൾക്കറിയാം എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത്. ഞാൻ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, കോൺവെർസേഷൻ ബിറ്റ്വീൻ പാറൂസ് ഫാദർ ആൻഡ് എച്ചുമ്മ. പാറൂസ് ഫാദർ: അമ്മ, ഐ ആം ലുക്കിംഗ് ഫോർ യു, ഹൗ ആർ യു? പാറുവിൻ്റെ ഫാദർ പാറുവിനെയും അമ്മയെയും തിരഞ്ഞ് വയലിലെത്തിയപ്പോൾ എങ്ങനെയുണ്ട്, ഹൗ ആർ യു എന്ന് ചോദിച്ച സമയത്ത് എച്ചുമ്മ എന്താ പറയുന്നത്, ഐ ആം ഫൈൻ സൺ, ജസ്റ്റ് എ ലിറ്റിൽ ടയേർഡ്. എനിക്കൊരു കുഴപ്പമില്ല, ചെറിയൊരു ക്ഷീണം തോന്നുന്നുണ്ടെന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. എച്ചുമ്മയ്ക്ക് വയൽ കണ്ടപ്പോൾ നല്ല സന്തോഷമായില്ലേ. ദെൻ നെക്സ്റ്റ് ഡയലോഗ് നോക്കൂ. പാറൂസ് ഫാദർ: യു ഷുഡ് ടേക്ക് റെസ്റ്റ് അമ്മ, യു ആർ നോട്ട് യങ് എനിമോർ. അമ്മ, നിങ്ങൾ റെസ്റ്റ് എടുക്കണം, നിങ്ങൾ അത്ര ചെറുപ്പമല്ല, നിങ്ങൾക്ക് ഏജ് പ്രായമുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറയാണ് പാറുവിൻ്റെ ഫാദർ. അപ്പോൾ എച്ചുമ്മ എന്താ പറയുന്നത് നോക്കൂ. ഐ ആം ഓക്കെ സൺ, ഐ ജസ്റ്റ് നീഡ് ടു സിറ്റ് ഫോർ എ വൈൽ. എനിക്ക് കുറച്ച് ഇരുന്നാൽ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല. പാറൂസ് ഫാദർ എന്താ പറയുന്നത്, ഹിയർ സിറ്റ് ഓൺ ദിസ് റോക്ക്, ഐ വിൽ ഗെറ്റ് യു സം വാട്ടർ. ഈ ഒരു പാറയുടെ മുകളിൽ ഇരുന്നോളൂ, ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാം അല്ലേ, എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ നോക്കട്ടെ. എച്ചുമ്മ എന്താ പറയുന്നത് നോക്കൂ. താങ്ക് യു സൺ, യു ആർ വെരി കെയറിങ്. ഓ നന്ദി മോനെ, നീ എന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, നീ നല്ല മോനാണെന്നൊക്കെ എച്ചുമ്മ പറയാണ്. ഓക്കെ, അപ്പോൾ പാറുവിൻ്റെ ഫാദർ എന്താ പറഞ്ഞു നോക്കൂ. പാറൂസ് ഫാദർ: ദാറ്റ്സ് വാട്ട് ചിൽഡ്രൻ ആർ ഫോർ അമ്മ. എച്ചുവിൻ്റെ ഫാദർ എന്താ പറയുന്നത്, അതിനാണ് കുട്ടികൾ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എച്ചുമ്മേൻ്റെ മറുപടി നോക്കൂ. എച്ചുമ്മ: യു ആർ എ ഗുഡ് സൺ, ഐ ആം പ്രൗഡ് ഓഫ് യു. എനിക്ക് എൻ്റെ മോനെ ഓർത്തിട്ട് നല്ല അഭിമാനം തോന്നുന്നു, നീ നല്ലൊരു മോനാണെന്ന് എച്ചുമ്മ പറയുകയാണ് അല്ലേ. അപ്പം പാറുവിൻ്റെ ഫാദറിൻ്റെ മറുപടി എന്താ. പാറൂസ് ഫാദർ: താങ്ക് യു അമ്മ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. അമ്മയ്ക്ക് അങ്ങോട്ട് താങ്ക്സ് പറയാം, ഞാൻ അമ്മയെ നന്നായി ശ്രദ്ധിക്കും എന്നുള്ള തരത്തിൽ നിന്ന് പറഞ്ഞിട്ട് താങ്ക്സ് പറയാം. അപ്പോൾ എച്ചുമ്മ എന്താ പറയുന്നത്, ഐ നോ യു വിൽ സൺ, എനിക്ക് നിന്നെ നന്നായി അറിയാം മോനെ എന്ന്. കാരണം എച്ചുമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് മോനെ, കാരണം എച്ചുമ്മയും മോനും തമ്മിൽ നല്ല സ്നേഹത്തിനാണ്. അമ്മയെ മകൻ നന്നായിട്ട് നോക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇങ്ങനെ ഒരു കോൺവെർസേഷൻ എഴുതിയാൽ മതി. ഇത്ര ഒരു മതി, ഇത്ര 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഇത്ര പറ്റുകയാണ് എത്ര എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ എഴുതും കേട്ടോ. ഇത് കുറേ പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു. വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 3, ഡിസ്ക്രിപ്ഷൻ. Can you describe the beauty of field എച്ചുമ്മ saw? എച്ചുമ്മ കണ്ട ആ വയലിൻ്റെ ആ പാടത്തിൻ്റെ ബ്യൂട്ടി, മനോഹാരിത, അല്ലെങ്കിൽ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ പാടത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് വർണ്ണിക്കാമോ, നിങ്ങൾക്കൊന്ന് എഴുതാമോ, വിവരിച്ച് എഴുതാമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്ഷൻ. ദ ഫീൽഡ് വാസ് ഗ്രീൻ ആൻഡ് ബ്യൂട്ടിഫുൾ. പാഡി ഫീൽഡ് swayed gently in the wind. A small stream flowed nearby. The sun shone brightly. It was a peaceful scene. ഇവിടെ ഞാൻ 5 സെൻറ്റൻസ് ആണ് കൊടുത്തത്. നിങ്ങൾ തെറ്റിക്കാതെ എഴുതുകയാണെങ്കിൽ 5 സെൻറ്റൻസ് മതി. 5 സെൻറ്റൻസ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 പോയിൻറ്റ്സ് കിട്ടും, എ ഗ്രേഡ് കിട്ടും. തെറ്റാണെങ്കിലും തെറ്റിപ്പോകുന്നുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം കുറഞ്ഞതൊരു 10 സെൻറ്റൻസ് എങ്കിലും എഴുതണം. കാരണം ആ 10 സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് അതിലേതൊക്കെയോ കുറച്ചൊക്കെ ഫുൾ കറക്റ്റായിട്ടുള്ളത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. നല്ല ഇതിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ 5 എഴുതിയാലും മതി. ഓക്കെ, ഇതെന്താ എഴുതിയത് നമുക്ക് വായിച്ച് നോക്കാം. ദ ഫീൽഡ് വാസ് ഗ്രീൻ ആൻഡ് ബ്യൂട്ടിഫുൾ. എങ്ങനെയുള്ള വയലായിരുന്നു അത്? നല്ല പച്ചപ്പുള്ള നല്ല മനോഹരമായ ഒരു പാടമായിരുന്നു അല്ലേ. പാഡി ഫീൽഡ് swayed gently in the wind. കാറ്റത്ത് ഇങ്ങനെ നെൽച്ചെടികൾ ഇങ്ങനെ ആഞ്ഞൊലയുന്നുണ്ട്. ഓക്കെ, എ സ്മോൾ സ്ട്രീം flowed nearby. അടുത്തൂടെ ഒരു കുഞ്ഞു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ദ സൺ ഷോൺ ബ്രൈറ്റ്ലി. സൂര്യൻ ഇങ്ങനെ നല്ല പ്രകാശത്തോടു കൂടി തിളങ്ങുന്നുണ്ട്. ഇറ്റ് വാസ് എ പീസ്ഫുൾ സീൻ. അത്രയും മനോഹരമായ, ശാന്തമായ, അത്രയും സുന്ദരമായുള്ള ഒരു സീനാണ് ഇതിൽ കാണുന്നത് എന്നാണ്, അവിടെ കാണുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടും. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 4, തോട്ട്സ്. ഇൻ ദ സ്റ്റോറി ദ ഗിവിംഗ് ട്രീ, ദ മാൻ കട്ട് ദ ട്രീ. ദോ ദ ട്രീ ഇൻവൈറ്റഡ് ഹിം ടു സിറ്റ് ഡൗൺ ആൻഡ് take rest on the stump. The man did so and started thinking
about the tree. What would be his thoughts? നല്ല ഒരു സ്റ്റോറി ആയിരുന്നു ദ ഗിവിൻ ട്രീ. ആ ഗിവിൻ ട്രീയിലുള്ള ആ മനുഷ്യൻ, അയാൾ ആദ്യമൊക്കെ അയാൾ ഭയങ്കര കൂട്ടുകാരനായിരുന്നു. ആര്? ആ ട്രീ. അവസാനം ആ ട്രീ പഴങ്ങൾ നൽകി, പിന്നെ ഇലകൾ നൽകി, എല്ലാ തണലും എല്ലാം നൽകി. അവസാനം ഇയാൾ എന്താ ചെയ്യുക? ഓരോ ആവശ്യത്തിനായിട്ട് ആ മരത്തിനെ മുറിച്ച് കൊണ്ടുപോകുക അല്ലേ. അവസാനത്തെ കമ്പും കൊണ്ടുപോയപ്പം ആ ചെടി പറയുക, ഇവിടെ ഇരിക്കുമോ? അയാൾക്ക് ആരുമില്ലാതെ ആവുന്നു. ആ സമയത്ത് വീണ്ടും കൂട്ടുകാരനായിട്ട് ആ ട്രീ തന്നെയാണുള്ളത്. അവസാനമുള്ള ആ സ്റ്റെമ്പിൻ്റെ മുകളിൽ അയാളോട് ഇരിക്കാൻ പറയും. ഇരുന്ന് റെസ്റ്റ് എടുക്കാനാണ് വീണ്ടും ആ പാവം ട്രീ പറയുന്നത്. അപ്പോൾ അപ്പോഴാണ് അദ്ദേഹം ആ ട്രീയുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലേ. അതിനെക്കുറിച്ചുള്ള ഒരു തോട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ഒരു തോട്ട് എഴുതിയിട്ടുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് മാൻ ചിന്തിച്ചത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. തോട്ട്സ് ഓഫ് ദ മാൻ. ഐ എം സോറി, ഐ ഹേർട്ട് യു ട്രീ. ഞാൻ മാപ്പ് പറയുകയാണ്, മരത്തിനോട് പറയാല്ലേ, ഞാൻ നിന്നെ എത്രയേറെ ഉപദ്രവിച്ചിട്ടുണ്ട്. യു വെയർ ഓൾവേസ് ദർ ഫോർ മീ. നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഐ റിമെമ്പർ പ്ലേയിങ് ഓൺ യുവർ ബ്രാഞ്ചസ് ആസ് എ ചൈൽഡ്. കുട്ടിക്കാലത്ത് നിൻ്റെ ശാഖകളിലിരുന്ന് ഞാൻ കളിച്ചതൊക്കെ ഞാൻ അങ്ങനെ ഓർമ്മിക്കുകയാണ്. യു ഗേവ് മീ ആപ്പിൾസ് ടു ഈറ്റ്. നീ എനിക്ക് കഴിക്കാൻ ആപ്പിൾ തന്നു. ആൻഡ് ഷെയ്ഡ് ടു പ്ലേ ഇൻ. കളിക്കുന്ന സമയത്ത് നീ എന്ത് ചെയ്തു? എനിക്ക് തണലും തന്നു. ഐ എം സാഡ് ദാറ്റ് ഐ ഹാഡ് ടു കട്ട് യു ഡൗൺ. എനിക്ക് നിന്നെ മുറിച്ചതിൽ അതിയായ ദുഃഖമുണ്ട്. യു വെയർ മൈ ബെസ്റ്റ് ഫ്രണ്ട് വെൻ ഐ വാസ് യങ്. ഞാൻ യങ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നീ. ഐ ഡിഡിൻ റിയലൈസ് ഹൗ മച്ച് യു സാക്രിഫൈസ്ഡ് ഫോർ മീ. എനിക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഹാപ്പി ടൈംസ് വി ഷെയർഡ്. നമ്മൾ ചിലവഴിച്ച ആ നല്ല നിമിഷങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. യു മേ ബി ഗോൺ ബട്ട് യു വിൽ ഓൾവേസ് ബി ഇൻ മൈ ഹാർട്ട്. നിന്നെ ഞാൻ മുറിച്ചു മാറ്റി, അതുകൊണ്ട് നീ ഇവിടുന്ന് പോയി, നീ പോയിട്ടുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവും. താങ്ക് യു ഫോർ ബീയിങ് സച്ച് എ വണ്ടർഫുൾ ട്രീ. ഇത്രയും അത്ഭുതകരമായ ഒരു മരമായി നീ നിന്നതിന്, എനിക്ക് ഇത്രയും നല്ല നന്മകൾ ചെയ്തതിന് നന്ദി പറയുന്നു. ഇത്രയും ആയിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക. ഇതിലും കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ തോട്ട് എഴുതുന്ന സമയത്ത് നമ്മളോട് പറയുന്ന രീതിയിലും എഴുതാവുന്നതാണ്. ഇത് നമ്മളിപ്പം ട്രീനോട് പറയുന്നത് പോലെയല്ല. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഐ വിൽ പ്ലാൻ മോർ ട്രീസ് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് തോട്ടിൻ്റെ ഒരു സാമ്പിളാണ്. ഇതിലും നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 5, റീഅറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ടു ദ കറക്റ്റ് ഓർഡർ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. നമുക്ക് വായിച്ചു നോക്കാം. ഒരു കഥയുടെ ഇവൻറ്റ്സ് ഇവിടെ തെറ്റായ ഓർഡറിലാണ് കൊടുത്തത്. ഓർഡർ കറക്റ്റാക്കി നമുക്ക് എഴുതിയാൽ മതി. വളരെ സിമ്പിളാണ്. നമുക്ക് വായിച്ചു നോക്കാം. ദേ വെയർ വെരി ഹാപ്പി ടു ഡു ദ വർക്ക്. Granddad gave them some jobs to do. One day, Bill invited his friend Meg to visit his granddad's farm. Granddad ran to the stream and helped them get out. They went near the bees secretly. നമുക്കറിയാം, ബില്ലിൻ്റെ ഫ്രണ്ടായ മെഗും കൂടി ബില്ലിൻ്റെ ഗ്രാൻഡ് ഡാഡിൻ്റെ ഫാമിൽ പോകുന്നു. അവിടുന്ന് ഗ്രാൻഡ് ഡാഡ് ഓരോ ജോലികളൊക്കെ കൊടുക്കും. അവർ ആ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനടുത്തുള്ള ഒരു തേനീച്ചക്കൂട് കാണാൻ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ആരും കാണാതെയാണ് പോകുന്നത്. അങ്ങനെ അവിടെ പോയ സമയത്ത് അത് ഇളകിപ്പോയിട്ടുള്ള അവർ ആക്രമിക്കാൻ തേനീച്ച വരുന്ന ഒരു സീനൊക്കെ നിങ്ങൾക്കറിയാം. ആ സ്റ്റോറി ഇൻകറക്റ്റ് ഓർഡർ ഡിസോർഡറിലായിട്ടാണ് കൊടുത്തത്. അത് നമ്മളോട് ഓർഡർ കറക്റ്റാക്കി എഴുതാൻ പറഞ്ഞതാണ്. നമുക്കതൊന്ന് എഴുതി നോക്കാം. നമ്മുടെ ഈ സ്റ്റോറി റീഅറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ഓർഡർ ആയോ നോക്കൂ. ഫസ്റ്റ് വൺ നോക്കൂ. വൺ ഡേ ബിൽ ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട് മെഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഡാഡ്സ് ഫാം. ഒരു ദിവസം ബില്ല് അവൻ്റെ ഫ്രണ്ടായ മെഗിനെ അവൻ്റെ ഗ്രാൻഡ് ഡാഡ്സിൻ്റെ ഫാം കാണാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു. അതല്ല ഒന്നാമത്തെ സ്റ്റോറീൻ്റെ ഫസ്റ്റ് ഇവൻറ്റ്. ദെൻ സെക്കൻഡ് വൺ, ഗ്രാൻഡ് ഡാഡ് ഗേവ് ദം സം ജോബ്സ് ടു ഡു. അവർക്ക് ഗ്രാൻഡ് ഡാഡ് കുറച്ച് ജോലി കൊടുത്തു അല്ലേ. ദെൻ തേർഡ് വൺ, ദേ വെയർ വെരി ഹാപ്പി ടു ഡു ദ വർക്ക്. അവർ രണ്ടുപേർക്കും നല്ല സന്തോഷമായി ജോലി ചെയ്യാൻ കിട്ടിയപ്പോൾ അല്ലേ. അങ്ങനെ അവർ ജോലി ചെയ്തു. ദെൻ നാലാമത്തെ നോക്കൂ. ദേ വെൻ നിയർ ദ ബീസ് സീക്രട്ട്. ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അതിനടുത്തുണ്ടായിരുന്ന ഒരു തേനീച്ചക്കൂടിൻ്റെ അടുത്തെത്തി. അങ്ങനെ തേനീച്ചക്കൂടിൻ്റെ അടുത്തെത്തി. തേനീച്ചക്കൂട് അവർ തട്ടി അറിയാതെ മറയുന്നതാണ് അല്ലേ. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് നോക്കൂ. അഞ്ചാമത്തെ നോക്കൂ. ഗ്രാൻഡ് ഡാഡ് റാൻ ടു ദ സ്ട്രീം ആൻഡ് ഹെൽപ്പ് ദം ഗെറ്റ് ഔട്ട്. അപ്പം
അവസാനത്തെ ഗ്രാൻഡ് ഡാഡ് അവരുടെ അരുവിയിലേക്ക് ഓടി വന്ന് അവരെ സഹായിച്ചു എന്നാ. അരുവിയിലേക്ക് എന്തിനാ ഓടി വരുന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്താ നിങ്ങൾക്കറിയാം, തേനീച്ചക്കൂട് തട്ടി തേനീച്ചകൾ പുറത്തേക്ക് വന്ന സമയത്ത് നമ്മുടെ ബില്ലും മെഗും കൂടി ഓടി അതിനടുത്തുള്ള ഒരു അരുവിയിലേക്ക് ചാടുന്നുണ്ട് അല്ലേ, കുറഞ്ഞ വെള്ളമുള്ള അരുവിയിലേക്ക് ചാടുന്നുണ്ട്. അപ്പോഴാണ് ഗ്രാൻഡ് ഡാഡ് ഓടി വന്ന് അവരെ രക്ഷിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡർ അല്ലേ? ബീസ് എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ, ബിഹൈവ് എന്നാണ് തേനീച്ചക്കൂടിന് പറയാം. ആക്ടിവിറ്റി 6. Here is a small 4-line poem. Add more lines to it. ഇവിടെ ചെറിയൊരു 4 വരി കവിത കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളോട് ഒരു 4 വരിയും കൂടി കൂട്ടി എഴുതാനാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള വരികൾ ഒന്ന് നമുക്ക് റിസൈറ്റ് ചെയ്യാം. The sun shines bright in the day. Birds sing sweetly in their way. The flowers bloom with color bright. Nature's beauty is a wonderful sight. നാച്ചർ, പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു പോമാണ്, ഒരു കവിതയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സൺ ഷൈൻസ് ബ്രൈറ്റ്ലി ഇൻ ദ ഡേ അല്ലേ, പകൽ സമയത്ത് സൂര്യൻ നല്ല പ്രകാശത്തോടുകൂടി തിളങ്ങുന്നു. പിന്നെ ബേർഡ്സ് സ്വിങ് സ്വീറ്റ്ലി ഇൻ ദെയർ വേ, പക്ഷികളിങ്ങനെ പാട്ടുപാടി മധുരമായ പാട്ടുപാടി ഇങ്ങനെ അവരുടെ വഴിക്ക് പോകുന്നു. ദ ഫ്ലവേഴ്സ് ബ്ലൂം വിത്ത് കളേഴ്സ് ബ്രൈറ്റ് അല്ലേ, പൂക്കളൊക്കെ നല്ല നിറത്തിൽ പ്രകാശിച്ച് നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നു. നാച്ചേഴ്സ് ബ്യൂട്ടി ഈസ് എ വണ്ടർഫുൾ സൈറ്റ്. ഈ പ്രകൃതിയുടെ മനോഹാരിത എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണ്, ഒരു സീന് തന്നെയാണ്. ഇത്രയേറെ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളോട് ഒരു 4 വരിയും കൂടി എഴുതി ചേർക്കാനാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം. ഓക്കെ, തെറ്റിപ്പോകുന്നൊന്നും ടെൻഷൻ അടിക്കണം, നിങ്ങൾക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. ഒന്ന് എഴുതി നോക്കൂ. ഞാൻ എഴുതിയതൊന്ന് ഇവിടെ പോസ്റ്റ്. നമുക്കിതൊന്ന് റിസൈറ്റ് ചെയ്യാം. The world is full of joy and light, a happy place for day and night. The sun's warm rays shine down on me, filling my heart with glee. നമുക്കിത് എന്താ എഴുതി നോക്കാം. ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് ജോ ആൻഡ് ലൈറ്റ്. ഈ ലോകം എങ്ങനെയുള്ളതാണെന്നാണ് പറഞ്ഞത്? സന്തോഷം, ജോയും ലൈറ്റും, സന്തോഷം കൊണ്ട് അല്ലേ, പ്രകാശം കൊണ്ട് പൂരിതമായിട്ടുള്ള ഒരു ലോകമാണിത്. കൂടാതെ എന്താ, എ ഹാപ്പി പ്ലേസ് ഫോർ ഡേ ആൻഡ് നൈറ്റ്. സന്തോഷത്തിന് വേണ്ടിയുള്ള ദിവസങ്ങളും രാത്രികളും പകലുകളും ഒക്കെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്. ദ സൺസ് വാം റേസ് ഷൈൻ ഡൗൺ ഓൺ മീ. എന്താ, സൂര്യൻ്റെ ഊഷ്മളമായ റേസുകൾ, രശ്മികൾ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഫില്ലിങ് മൈ ഹാർട്ട് വിത്ത് ഗ്ലീ. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയാണ്. ഓക്കെ, നിങ്ങൾക്കും ഇതിലും നന്നായിട്ട് എഴുതാൻ അറിയാമെന്ന് എനിക്കറിയാം, നന്നായി എഴുതണേ. നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി ആയ എഡിറ്റിംഗ് നോക്കുക. എഡിറ്റിങ്ങിൽ നമുക്ക് എപ്പോഴും ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാരഗ്രാഫാണ് തരിക. അത് നോക്കുക. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാരഗ്രാഫാണ്. നോക്കാം നമുക്ക്. Once there was a tree. There was a little boy too. Every day a boy would came to the tree. The tree is his intimate friend. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തതൊക്കെ തെറ്റാണ്. അതൊക്കെ തിരുത്തി എഴുതണം. നിങ്ങൾക്കറിയാം അല്ലേ? നമുക്ക് എന്നാലും തിരുത്തി എഴുതിയ മോഡൽ ഒന്ന് നോക്കാം. എഡിറ്റ് ചെയ്ത് നോക്കൂ. വൺസ് ദ വാസ് എ ട്രീ. ഫസ്റ്റ് സെൻറ്റൻസ് ഓക്കെ ആണല്ലേ, ഒരു തെറ്റുമില്ല. സെക്കൻഡ് സെൻറ്റൻസ് നോക്കൂ. സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ടി വെച്ചിട്ടാണ്. നമുക്കറിയാം ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഏതൊരു സെൻറ്റൻസും ഏതൊരു വേർഡും തുടങ്ങുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വേണം. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ്റെ പ്രശ്നമായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ടി ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. അപ്പോൾ അത് ഓക്കെ ആയി. ദ വാസ് എ ലിറ്റിൽ ബോയ് ടു, അപ്പോൾ അത് ഓക്കെ ആയി. തേർഡ് സെൻറ്റൻസ് നോക്കൂ. എവറി ഡേ എ ബോയ് എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ കൊടുത്തത്. ഇപ്പോൾ നമ്മൾ തിരുത്തിയിട്ട് ദ ബോയ് എന്നായി. കാരണം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് എ ലിറ്റിൽ ബോയ് എന്ന്. അപ്പം വീണ്ടും എ ലിറ്റിൽ എന്ന് എഴുതരുത്. പിന്നെ ആർട്ടിക്കിളായ ദ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നോക്കൂ, വുഡ് കെയിം എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ. ഇവിടെ നമ്മൾ തിരുത്തിയിട്ട് കം ടു ദ ട്രീ, കം എന്നാണ് കറക്റ്റായിട്ട് വേണ്ടത്. ദെൻ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ദ ട്രീ വാസ് ഹിസ് ട്രീ ഈസ് ഹിസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നായിരുന്നു ആ ക്വസ്റ്റ്യനിൽ. അപ്പം ദ ട്രീ ഈസ് എന്നല്ല വേണ്ടത്, ഇവിടെ എന്താ വേണ്ടത്? ട്രീ വാസ് എന്നാണ് വേണ്ടത്. പിന്നെ ഹിസ് ഇൻറ്റിമേറ്റ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റാക്കി എഴുതിയിട്ടുണ്ട്. ഇൻറ്റിമേറ്റ് എന്നുള്ള സ്പെല്ലിംഗ് INTIMATE ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. കുറേ പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ എഡിറ്റിംഗ് ഒക്കെ പക്ക കറക്റ്റാക്കി ചെയ്യാൻ കഴിയും. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വല്ല മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് തിരുത്തിയിട്ട് വേണം നിങ്ങൾ അത് ചെയ്യാൻ. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ നന്നായി ആൻസർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഷുവർ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടുന്നു ഉറപ്പാണ്. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വീണ്ടും വായിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അതേപോലെ മക്കളെ, നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിലുള്ള പ്രോഗ്രാംസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക് യു. ബൈ ബൈ.